PR സുനിലും ആദിൽ പാലോടും നോബൽ മാരിക്കാരനും സജോ ദേവസിയും മുബഷിർ പി അക്ബറും YS അഭിനന്ദും ആ പോരാട്ട ഭൂമിയിൽ നിന്നും ഓരോ വാർത്തകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് റാണ അയ്യൂബ് എന്ന മാധ്യമപ്രവർത്തകർ കുറിക്കുകയുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ ജൻസിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ടാമത്തെ വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നു. 12 വർഷത്തെ ഭരണകാലയളവിൽ ഇതാദ്യമാണ് ഭയവും ഉത്കണ്ഠയും പ്രകടമായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് റാണ അയ്യൂബ് കുറിച്ചിരുന്നത്. ഏതായാലും ആ ഭയവും ഉത്കണ്ഠയും ഒടുവിൽ ഇതാ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലെത്തിയിരിക്കുകയാണ്. PR സുനിൽ ഇപ്പോൾ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മറ്റു ചില ആവശ്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. CJP വക്താക്കളും ഒപ്പം കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള ചർച്ച നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെയുള്ള ചർച്ചയല്ല. അവിടെ ഒരു ഭാഗത്ത് ജയിച്ചിരിക്കുന്ന പോരാട്ടം നയിച്ച CJP വക്താക്കളെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ ആദിൽ പാലോട്? മറുഭാഗത്ത് ഇതാ 2 കേന്ദ്രമന്ത്രിമാർ വീണ്ടും ചർച്ചകൾക്കായി വരികയാണ്. തുടരാവശ്യങ്ങൾ എന്തൊക്കെയാണ്? അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിനുള്ളിലാണ്. ഇവിടെയുള്ള ഒരു ഹാൾ ഇപ്പോൾ പ്രസ് ബ്രീഫിങ്ങിനായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെ ഈ ഭാഗത്തേക്ക് കയറ്റിവിട്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായി അറിയില്ല എത്ര ഈ ഒരു സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്ന രീതിയായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് ചർച്ചാ പുരോഗതി വിജയമാണെങ്കിൽ പ്രത്യേകിച്ച് 2 ആവശ്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം, അത് 1 കോടി തന്നെ എന്നുള്ളതാണ്. ഒപ്പം കേസുകൾ പിൻവലിക്കുകയും കുറ്റക്കാരായ അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണം എന്നുള്ളതാണ് പ്രധാന ആവശ്യങ്ങളായി മുന്നിൽ വെച്ചിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ പുരോഗമിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഇപ്പോൾ മന്ത്രിമാർ പ്രസ് ബ്രീഫിംഗ് നടത്തും, മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. 3 കസേരകൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ സൗരവ് ദാസും ഒപ്പം അശുതോഷ് റാങ്കയും CJPയുടെ 2 വക്താക്കൾ ഇവിടെ ചർച്ചയ്ക്കായി എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായി JP നദ്ദയും ആരോഗ്യമന്ത്രി, ഒപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്, അങ്ങനെ 2 പേരുമുണ്ട്. അങ്ങനെ 4 പേരുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ദില്ലിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ പുരോഗമിക്കുന്നത്. 3ാമത്തെ ചർച്ചയാണ്. ഇനിയുള്ള 2 ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഇതൊരു ചർച്ചാ വിജയമായി സമരം, ജന്തർ മന്ദറിലെ സമരം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. മന്ത്രിമാർ ഇവിടെ മാധ്യമങ്ങളെ കാണും എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിനീത, അതാണ്. പലതരം പ്രവേശന പരീക്ഷകളുണ്ട് രാജ്യത്ത്. 10ഉം 12ഉം ക്ലാസ്സുകളിലെ CBSE പരീക്ഷകളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട നീറ്റ് പരീക്ഷയുണ്ട്. അങ്ങനെ എത്രയധികം പരീക്ഷകളാണ് രാജ്യത്ത് നടക്കുന്നത്. പല പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. നീറ്റ് പരീക്ഷ ക്രമക്കേടിന് പിന്നാലെ, നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ 23 കുട്ടികളാണ് സമ്മർദ്ദം താങ്ങാനാകാതെ നിരാശ ബാധിച്ച് ജീവനൊടുക്കിയത്. എത്ര കുഞ്ഞുങ്ങൾ അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും? അവരെ പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾ എത്രമേൽ പാടുപെട്ടിട്ടുണ്ടാകും? ഓരോ വീടുകളും എത്രത്തോളം സമ്മർദ്ദത്തിലായിട്ടുണ്ടാകും? അവരുടെയൊക്കെ പ്രതിനിധാനമാണ് നമ്മൾ ഈ സമരഭൂമിയിൽ കണ്ടത്. ജന്തർ മന്ദിർ അങ്ങനെ ഒരു സമരഭൂമിയായപ്പോൾ ഇതാ രാജ്യം മുഴുവൻ അങ്ങോട്ടേക്ക് ജനാധിപത്യ വിശ്വാസികൾ ഓടിയെത്തുന്നതാണ് കണ്ടത്. അങ്ങനെ ഇന്ത്യൻ ജനതയാകെ തെരുവിലിറങ്ങുന്നതാണ് കണ്ടത്. ഒരു ജോലിക്ക് വേണ്ടി അതിന് സാധ്യതയുണ്ടാകുന്ന തോന്നലിൽ പല കോഴ്സുകൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികൾ, അതിനുവേണ്ടി എഴുതുന്ന പരീക്ഷകൾ, അതൊക്കെ തകിടം മറിക്കുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ ഒരു രാജ്യം അവരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ആകെ തന്നെ തെരുവിലിറങ്ങുന്നു. അതിന്റെയൊക്കെ പോരാട്ടത്തിന്റെ ഒരു വിജയം കൂടിയാണ് നമ്മൾ കണ്ടത്. ഒരു സമരത്തെ അടിച്ചമർത്തുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി പീഡിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. അതൊക്കെ തന്നെയും രാജ്യം കണ്ണു തുറന്നു കാണുകയായിരുന്നു. അവരൊക്കെ തന്നെയും വാദിച്ചു നീതിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം കൈവരിക്കുന്നത്. സമരം ചെയ്ത് ശീലിച്ച ഒരു രാജ്യമാണിത്. സമരത്തിലൂടെ അവകാശങ്ങൾ നേടിയെടുത്ത ഒരു രാജ്യമാണിത്. 2011 ഒരു രാജ്യവും ഒരു ഭരണകൂടവും ഇവിടെ ഉണ്ടായത്. അവർക്കുള്ള കൃത്യമായ സന്ദേശം കൂടിയായിരുന്നു ജന്തർ മന്ദിറിലും രാജ്യമെമ്പാടും നമ്മൾ കണ്ടത്. രാജ്യത്തെ പാറ്റ വിപ്ലവം ഇതാ, ജൻസി വിപ്ലവം ഇതാ വിജയിച്ചിരിക്കുന്നെന്ന് തന്നെ പറയണം. ധർമ്മേന്ദ്ര പ്രധാൻ കസേര തെറിച്ച് പുറത്തായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിലെ പ്രധാനി വീണിരിക്കുന്നു. 23 കുഞ്ഞുങ്ങളുടെ ജീവന് നീതി കിട്ടാൻ വേണ്ടി തെരുവിലിറങ്ങിയ ജനത്തിന്റെ വിജയം കൂടിയാണ്. പാറ്റകൾ ചരിത്രം എഴുതിയിരിക്കുകയാണ്.